Hello students, we have studied all the 44 phonetic symbols in the last some classes. Today we are going to learn how to write words using phonetic symbols. In this class we will study more about vowels and diphthongs, and in the coming lecture we will study about the consonant symbols. First of all, we will study some words using vowels. How to write some words using phonetic symbols, and we will write using these vowels. This symbol is E. We studied it already. Using this symbol we will write some examples, and also we will practice how to write those words using phonetic symbols. Seat. How to pronounce this symbol? E. One word, seat. We check how to write the word seat using phonetic symbols. We know that this is seat is eat. How to write seat? Eat. Eat. Seat. Eat. അല്ലേ? ഈറ്റ്. നമ്മൾ ഈറ്റ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ അത് പ്രൊനൗൺസ് ചെയ്യാം? ഈറ്റ്, സീറ്റ്. ഓക്കെ. അനദർ വേർഡ്, ഫീറ്റ്. ഹൗ ടു റൈറ്റ് ഇറ്റ്? ഫീറ്റ്. Next symbol, E. ഇ എന്നെഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സൈസ്. നമ്മൾ സാധാരണ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നെഴുതുന്ന പോലെ വലുതാക്കി എഴുതരുത്. ഇങ്ങനെയല്ല എഴുതേണ്ടത്, മറിച്ച് സ്മോൾ ലെറ്ററിൻ്റെ സൈസേ ഉണ്ടാകാൻ പാടുള്ളൂ. ക്യാപിറ്റൽ ലെറ്റർ എഴുതുന്ന പോലെ സ്മോൾ ലെറ്ററിൻ്റെ സൈസിൽ എഴുതുക. ഇതാണ് വാസ്തവത്തിൽ ഇ എന്ന് എഴുതുക. സിറ്റ്. അപ്പോൾ സിറ്റ് എന്ന് എഴുതുമ്പോൾ ഈറ്റ്, 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 സിറ്റ്. ഇൻ. How to write it? E, in, in. ഈ സിമ്പിൾ ഏതാണ്? വിച്ച് ഈസ് ദിസ് സിമ്പിൾ? എ. എ. എക്സാമ്പിൾ, സെറ്റ്. ഹൗ ടു റൈറ്റ് ഇറ്റ് യൂസിങ് സിമ്പിൾസ്? A, set. Any, any. നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഈ എയ്ക്ക് ഒരു സ്ട്രെസ് കൊടുത്തിട്ടാണ് പറയുന്നത്, അല്ലേ? എനി. അപ്പോൾ എങ്ങനെ എഴുതാം? എ, ന്, അല്ലേ? ഇ, എ, ഇ. Any. എ, ഇ. any. ഇങ്ങനെയാണ് എനി എന്ന് എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രെസ് കൊടുത്തിട്ടാണ് നമ്മൾ എനി എന്ന് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ആ സ്ട്രെസ് കൊടുക്കാൻ മേലെ എന്ത് ചെയ്യാം? ഒരു ഇതേപോലെ ഒന്ന് വരച്ചാൽ ഇത് ഇവിടെ സ്ട്രെസ് കൊടുക്കണം എന്നുള്ള നിലക്ക് നമുക്ക് ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? എനി. എ, ഇ. എനി.
Sat, sat. Sat. Mats. How to write it using phonetic symbols? Mat, mat സൗണ്ട് ട് ച്ച് സി എച്ച് എന്നുള്ള സൗണ്ട് എങ്ങനെയാണ് വരുന്നത്? ഇതാണ് ഇങ്ങനെ വരുന്നത് അല്ലേ? ച്ച് മാറ്റ്. What is this? March, march. March, march. പ്രൊനൗൺസ് അങ്ങനെയാണ് ചെയ്യുക, മാർച്ച്. അപ്പോൾ അവിടെ ആർ ടി ച്ച് എന്ന സൗണ്ട് വരത്തക്ക നിലയിലാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ എഴുതാം അത്, മാർച്ച്. ആഫ്റ്റർ, ആഫ്റ്റർ. ആഫ്റ്റർ, ആഫ്റ്റർ. ആർ എന്ന സൗണ്ട് ശരിക്കും അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് പറയാം, ആഫ്റ്റർ. പക്ഷെ നമുക്ക് എഴുതാം ആർ എന്ത് ബ്രാക്കറ്റിൽ കൊടുക്കാം. ആർ അണ്ടർസ്റ്റുഡ് ആണ്, അവിടെ സൈലൻ്റ് ആണ് എന്നുള്ള അർത്ഥത്തിൽ ആഫ്റ്റർ. ദ ലെറ്റർ ഓ. ഈ സിമ്പല് ഓ. പോഷ്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഓ എന്ന് വരുന്നില്ല, ഓ ഓ. പോഷ്, പോഷ് എന്ന് വായിക്കില്ല, പോഷ്. അപ്പോൾ എങ്ങനെ എഴുതാം? പ് ഓ പോഷ്. gone. ഗോൺ എന്നായി. അവിടെ ഈ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഗോൺ, ഗ ഓ ൺ, ഗ ഓ ൺ, ഗോൺ. അടുത്തത് നെക്സ്റ്റ് വൺ ഓ. This is O. 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 Port. ഇവിടെ ആർ ഉണ്ടെങ്കിലും ആറിൻ്റെ സൗണ്ട് സൈലൻ്റ് ആണ്. അപ്പോൾ എങ്ങനെ വായിക്കും? പോർട്ട്. പോർട്ട് എന്നാണ് നമ്മൾ മലയാളികൾ പറയാറുള്ളത്. എന്നാൽ അത് ഇംഗ്ലീഷിൽ ശരിയായ രീതിയിലുള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്? പോർട്ട്. ഇത് പോർട്ട്, പോർട്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? പ് ഓ എഴുതേണ്ടതുണ്ടോ? ഇല്ല. പോർട്ട്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. പോർട്ട്, പോർട്ട്. ലോ, ലോ. How do you write it? L O low. Another vowel. U.
ഉ. ഗുഡ്. ഗുഡ്. ഗുഡ് എന്ന് പറയില്ല. ഗുഡ്. ഹൗ ടു റൈറ്റ് ഇറ്റ് യൂസിങ് സിമ്പിൾസ്? ജി ഉ ഡ്. ഗ ഉ ഡ്. ഗുഡ്. ഗുഡ്. ഹൗ ടു റൈറ്റ് ഇറ്റ്? ക്ക് എന്ന സൗണ്ടാണ് അല്ലേ? സി ക്ക് എന്ന സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ക്ക് എന്ന് ഇങ്ങനെ എഴുതാം. ഇതാണ് ക്ക് എന്ന് എഴുതേണ്ട രീതി. ക്ക് ഉ ഡ്. ഗുഡ്. ഊ ഊ. Food. Food. How to write it using symbols? Food. Food. Group. G R U P. Group. How to pronounce it? A. A. Much. A. Ch. ഇങ്ങനെയാണ്. ഇവിടെ വെറും സി എച്ച് സൗണ്ട് വരുന്ന ഇച്ച് മാത്രമല്ല. മച്ച്. മച്ച് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു ട് സൗണ്ട് കൂടെ അവിടെ ചേർത്ത് വരുന്നുണ്ട്. നമ്മളത് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. മച്ച്. മച്ച്. ഇതാണ് അതിൻ്റെ ഫോണറ്റിക് സിമ്പൽ. ഫ്രണ്ട്. ഫ്രണ്ട്. ഫ്ര അ എന്ന സൗണ്ട് അവിടെ വരുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? ഫ്രണ്ട്. ഇങ്ങനെയാണ് എഴുതാം. ഫ്രണ്ട്. Turn. How to write it? R അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഇങ്ങനെയാണ് എഴുതാം. ടേൺ. ഇത് നമുക്ക് ഷോർട്ടാക്കിയിട്ട് R അങ്ങ് ഒഴിവാക്കിയിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ടേൺ. R ഇടയ്ക്ക് വരുമ്പോൾ നമ്മളത് ഒഴിവാക്കി കളയാണ് ചെയ്യുക. അവസാനം വരുമ്പോൾ എന്ത് ചെയ്യാം? ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് അങ്ങനെ എഴുതാം അല്ലേ? ഇടയ്ക്ക് വരുമ്പോൾ R പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. ടേൺ. ഇങ്ങനെ എഴുതിയാൽ മതിയാവും. വേർഡ്. വേർഡ്. ഹൗ ടു റൈറ്റ് ഇറ്റ്? ഡ്. ഇവിടെ നമ്മൾ R അവോയ്ഡ് ചെയ്യാം. വേർഡ്. away. Away. എങ്ങനെ എഴുതാം? ഡിഫ്തോങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. away. away. ഇത് ഡിഫ്തോങ്ങിൽ നമ്മൾ തുടർന്ന് പഠിക്കും. away. ഇതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? കാർലറ്റ്. കാർലറ്റ്. ക എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നത് അല്ലേ? ക. ക അ
കളക്ട്, ള ള. എൽ സൗണ്ട് അവിടെ സ്ട്രെസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ ഒരു മേലെ ഒരു ഹൈഫിനോട് ഇട്ടാൽ എങ്ങനെ വായിക്കാം? കളക്ട്, കളക്ട്, കളക്ട്. മനസ്സിലായല്ലോ? കളക്ട്. 2 എൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ സ്ട്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ കളക്ട്സ്. ഒരു എല്ലിട്ട് മേലെ ഇതേപോലെ ഒരു വരയിട്ടാൽ ഉള്ള ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാം. കളക്ട്. നൗ ദി 12 vowels are completed and we will start diphthongs.